നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കൊണ്ടോട്ടിയിൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊണ്ടോട്ടി കോടങ്ങാട് സ്വദേശി മുഹമ്മദ് ഹനീഫയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. മിഞ്ഞാന്ന് രാത്രിയാണ് സംഭവം. നമ്മൾ ഏകദേശം ഒരു ഇവിടെ ക്യാമറയിൽ അടുത്ത വീട്ടിലെ ക്യാമറയിൽ കണ്ടൊരു 12:30 മണി 1 മണിൻ്റെ ഇടക്കാണ് സംഭവം നടന്നത്. ആൾ ഈ വീടിൻ്റെ അടുത്തുള്ള വീടിൻ്റെ ചുറ്റുഭാഗം നടന്ന് ടോർച്ച് അവിടെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് അതൊക്കെ ജനവാതിൽ കണ്ടില്ല, അത് ഡ്രില്ല് ചെയ്തിട്ട് തുളച്ചിട്ടാണ് അകത്ത് കയറിയത് ആൾ. പക്ഷേ അങ്ങനെ ഉറങ്ങിക്കിടക്കായിരുന്നു, ആരും അത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനവാതിൽ അടുത്ത് വെക്കുന്നുണ്ടല്ലോ, ഡോറും ജനവാതിലും കൂടി അടുത്ത് വെക്കുന്നത് വളരെ അപകടമാണെന്നുള്ള മനസ്സിലായി. അതിൽ സൂചന അതിനെ കൊടുക്കാനുള്ളത് ആളെ വിവരം ഏകദേശം ഇതേപോലെ ഒരു സംഭവം തുറക്കലും നടത്തിയിട്ടുണ്ട്. പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് തുറക്കലൊരു വീട്ടിൽ ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരാഴ്ച മുമ്പ്. അതായത് പോലീസുകാർ ശ്രമിക്കുന്നുണ്ട്, ഏതായാലും പ്രതിനെ ഇവിടെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 2.5 പവൻ്റെ സ്വർണം പോയിട്ടുണ്ട്, ഒരു 30,000 റുപ്യ പോയിട്ടുള്ളൂ. അതോടെ നഷ്ടപ്പെട്ടത്. അതാണ് ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിൻറ്റ്, പോലീസുകാരെ ഫുള്ള് സപ്പോർട്ടുണ്ട്. അത് വൈകാതെ പിടിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം നല്ല സപ്പോർട്ടാണ് പോലീസുകാർ, അവർ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വൈകാതെ കുടുങ്ങും, പ്രതീക്ഷ ഉണ്ട്. ഡ്രിൽ ചെയ്ത ജനൽപാളിയുടെ കൊളുത്ത് നീക്കി, പിന്നീട് ജനൽ തുറന്ന വാതിലിന്റെ കൊളുത്ത് നീക്കി വാതിൽ തുറന്ന് അകത്തു കയറി. 2.5 പവൻ സ്വർണവും പണവും മോഷണം പോയതായാണ് പരാതി. പുതിയ മോഷണ രീതി ശ്രദ്ധയിൽപ്പെട്ടതോടെ മുന്നറിയിപ്പുമായി കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊണ്ടോട്ടി തുറക്കലിൽ മറ്റൊരു വീട്ടിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ഇവിടെ ശബ്ദം കേട്ടതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടു. വീടിന്റെ മുൻവശത്ത് ജനലും വാതിലും ഒന്നിച്ചുള്ള വീടുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണവും മോഷണ ശ്രമവും നടന്നത്. ഡ്രിൽ ചെയ്ത് ജനൽപാളിയുടെ കൊളുത്ത് നീക്കും, പിന്നീട് ജനൽ തുറന്ന വാതിലിന്റെ കൊളുത്തു നീക്കി വാതിൽ തുറന്ന് അകത്തു കയറും. രണ്ടിടത്തും സമാന രീതിയിലാണ് മോഷണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. വീട്ടുകാർ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു. മോഷണ സാധ്യതകളും രീതികളും വെച്ച മോഷ്ടാവിനെക്കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ കൊണ്ടോട്ടി സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ഫോൺ 048327124041. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എയർ1 കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.